നമ്മളിപ്പോ കുറച്ച് ആൾക്കാരെ നമ്മൾ അറ്റാക്ക് ചെയ്തെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആ രാജ്യത്തിനോട് ഭയങ്കര എതിർപ്പുള്ള പോലെയല്ലേ നമ്മൾ നിൽക്കുന്നത്. കാരണം എനിക്ക് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അവരൊക്കെ ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ്, നല്ല ആളുകളാണ്. ഇവിടെ 10 പേരെ കൊന്ന് അവിടെ 10 പേരെ കൊന്ന് പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രൈമറി പോലെ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഞാൻ അത്യാവശ്യം എയറിലാണ്. അപ്പം എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. ഞാൻ തൃപ്രയാർ ഒരു ഇനോഗ്രേഷന് പോയ സമയത്ത് ഒരു 1-2 ഓൺലൈൻ നമ്മളും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇന്നലെ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചക്കൊടുവിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിച്ചതായിരുന്നു. അതായത് ഇനി തങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ആക്രമണവും ഉണ്ടാവില്ല എന്ന് ഇന്ത്യയും പാകിസ്ഥാനും സമ്മതിച്ചതായിരുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സമാധാനമൊക്കെ കിട്ടിയിരുന്നു. യുദ്ധം അവസാനിക്കാൻ പോവുകയാണല്ലോ എന്ന് ആശ്വസിച്ചിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ പാകിസ്ഥാൻ വാക്ക് മാറി. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് അവർ വീണ്ടും അതിർത്തിയിൽ ആക്രമണം നടത്തി. ശുദ്ധ തമ്മാടിത്തരമാണ് പാകിസ്ഥാൻ കാണിച്ചത്. ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. സ്വന്തം പൗരന്മാരുടെ ജീവിതത്തിന് പോലും യാതൊരു വിലയും കൽപ്പിക്കാത്ത യുദ്ധക്കൊതിയന്മാർ ഭരിക്കുന്ന ഒരു രാജ്യത്ത് നിന്നും ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇവരുടെ കുത്തിക്കഴപ്പ് കാരണം അനുഭവിക്കുന്നത് ഒന്നും അറിയാത്ത സാധാരണക്കാരായ മനുഷ്യന്മാരാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം. ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മതി എന്നൊരൊറ്റ പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എന്തായാലും യുദ്ധം ഒരു ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞത് കാരണം ഇവിടെ പലരും എയറിൽ കയറുന്നുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിനെതിരെ നിലപാടെടുത്ത റിയാസ് സലീം അടക്കമുള്ളവരെ കുറിച്ച് നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. റിയാസൊക്കെ കുറച്ച് ദിവസമായിട്ട് ഏറി തന്നെയാണ് വിനോദയാത്രക്ക് പോയ സാധാരണക്കാരായ മനുഷ്യരെ പെഹൽഗാമിൽ വെച്ച് ക്രൂരമായി വെടിവെച്ച് കൊന്ന ഭീകരന്മാരെയാണ് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ നമ്മൾ ഇല്ലാതാക്കിയത്. ഇന്ത്യക്കാരെല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്ന ഒരു അറ്റാക്ക് ആയിരുന്നു അത്. കാരണം കുറെ കാലമായി നാറികളായ ഭീകരന്മാർ ഈ പരിപാടി തുടങ്ങിയിട്ട്. സാധാരണക്കാരായ എത്ര ഇന്ത്യക്കാരെയാണ് അവർ കൊന്നു തള്ളിയത്. അവർക്കൊരു ശക്തമായ മറുപടി കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. സോ അങ്ങനെ ഒരു സൈനിക നടപടിക്കെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ എയറി കയറുന്നത് സ്വാഭാവികം. റിയാസ് സലീമിന് ശേഷം ഇപ്പൊ ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് എയറിലായിരിക്കുന്നത് പ്രമുഖ സിനിമാ നടിയായിട്ടുള്ള മറീന മൈക്കിളാണ്. മറീന നടത്തിയ ഒരു പ്രസ്താവനയും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും ഇപ്പൊ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഉദ്ഘാടന പരിപാടിക്കിടെ യുദ്ധത്തെക്കുറിച്ചുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറീന പറഞ്ഞ മറുപടിയാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. സോ ആദ്യം ആ വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ കുറച്ച് ആൾക്കാരെ നമ്മൾ അറ്റാക്ക് ചെയ്തെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആ രാജ്യത്തിനോട് ഭയങ്കര എതിർപ്പുള്ള പോലെയല്ലേ നമ്മൾ നിൽക്കുന്നത്. കാരണം എനിക്ക് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അവരൊക്കെ ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ്, നല്ല ആളുകളാണ്. ഇവിടെ 10 പേരെ കൊന്ന് അവിടെ 10 പേരെ കൊന്ന് പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രൈമറി പോലെ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട്, കശ്മീരിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അവർക്ക് ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ്, നല്ല ആളുകളാണ്. ഓക്കെ, ഇതാണ് വിവാദത്തിന് ആസ്പദമായ മറീനയുടെ പ്രസ്താവന. ഇങ്ങോട്ട് 10 പേരെ കൊന്നു, അതുകൊണ്ട് അങ്ങോട്ട് 10 പേരെയും കൊന്നു. അങ്ങനെ ശത്രുക്കളെ പോലെ പരസ്പരം ആക്രമിക്കുന്നത് ശരിയാണോ എന്ന് അറിയില്ല എന്നാണ് മറീന പറഞ്ഞത്. ഇവിടെ മറീന മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടായിട്ടില്ല നമ്മൾ അവരെ അങ്ങോട്ട് ആക്രമിച്ചത്. നിവൃത്തികേട് കൊണ്ടാണ്. പാകിസ്ഥാൻ ഇരുന്ന് വാങ്ങിയതാണ്. വെറുതെ ഒരു 10 പേരെയല്ല അവർ കൊന്നു തള്ളിയത്. ജീവിതം ആസ്വദിക്കാൻ വേണ്ടി, ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളിൽ നിന്നെല്ലാം കുറച്ച് ദിവസത്തേക്ക് ഇടവേള എടുത്തുകൊണ്ട് കാശ്മീർ താഴ്വരയിൽ എത്തിയ തീർത്തും സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യക്കാരെയാണ് അവർ കൊന്നു തള്ളിയത്. അതിന് മറുപടിയായി അവരുടെ മടിയിൽ ചെന്ന് കയറി നമ്മൾ അറ്റാക്ക് ചെയ്തപ്പോൾ ഒരൊറ്റ സാധാരണക്കാരെ പോലും നമ്മൾ ആക്രമിച്ചിട്ടില്ല. ഭീകര താവളങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ ആക്രമിച്ചത്. സോ മറീന പറഞ്ഞതിന് നമുക്ക് പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെന്താ മറീന പറഞ്ഞത്? കുറച്ച് ആളുകൾ നമ്മൾ അറ്റാക്ക് ചെയ്തു എന്ന് കരുതി ആ രാജ്യത്തോട് മൊത്തം എതിർപ്പുള്ള പോലെയല്ലേ നമ്മൾ നിൽക്കുന്നത്. അത് ശരിയല്ലല്ലോ എന്ന് അല്ലെ. ആക്ച്വലി പാകിസ്ഥാനെ മൊത്തം ബോംബിട്ട് തകർക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വെറും വൈകാരികമായി വരുന്ന അഭിപ്രായ പ്രകടനങ്ങളായി മാത്രം കണ്ടാൽ മതി. ഒരു രാജ്യം എന്ന നിലയിൽ നമ്മൾ എന്താണ് ചെയ്തത് എന്നുള്ളതിനാണ് ഇവിടെ പ്രസക്തി. കുറച്ച് ഭീകരന്മാർ നമ്മളെ ആക്രമിച്ചതിന് പാകിസ്ഥാൻ എന്ന രാജ്യത്തിനെതിരെ ഒരു ഓൾ ഔട്ട് അറ്റാക്ക് നമ്മൾ നടത്തിയിട്ടില്ല. ഇന്ത്യ ഒരിക്കലും അങ്ങനെ ചെയ്യുകയുമില്ല. അങ്ങോട്ട് പോയൊരു രാജ്യത്തെ ആക്രമിക്കുന്ന പാരമ്പര്യം നമുക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭീകരന്മാരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സർജിക്കൽ അറ്റാക്ക് മാത്രമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അത് ഇന്ന് കാണുന്ന രൂപത്തിൽ ഒരു ചെറിയ യുദ്ധമായി മാറിയത് പാകിസ്ഥാന്റെ മാത്രം പിടിപ്പുകേട് കൊണ്ടാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സോ മറീന പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് തെറ്റുകളുണ്ട്. ഒരു ഇന്ത്യ വിരുദ്ധ ആയതുകൊണ്ടൊന്നുമല്ല മറീന എങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അവരാ സമയത്ത് അത്രേ ചിന്തിച്ചുള്ളൂ. അങ്ങനെ ഒരു മറുപടി അവർക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ. അതാണ് ഉണ്ടായത്. യുദ്ധം ഉണ്ടാവരുതെന്ന ആഗ്രഹം കൊണ്ടായിരിക്കും മറീന ഇങ്ങനെയൊക്കെ പറഞ്ഞത്. യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള പാകിസ്ഥാനികളായ തന്റെ സുഹൃത്തുക്കളെ ഓർത്തും അവർ വറീഡായിരുന്നു. പക്ഷേ യുദ്ധത്തിൽ പാകിസ്ഥാനികൾ മാത്രമല്ല ഇന്ത്യക്കാരും മരണപ്പെടുന്നുണ്ട്. ആക്ച്വലി ഇവിടെ പാകിസ്ഥാനാണ് കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത്. നമ്മൾ മാക്സിമം ഡിഫെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. മറീനയോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സമാധാനവും സമാധാന പ്രയോഗവും ഒക്കെ വളരെ നല്ലതാണ്. യുദ്ധത്തിനെതിരെ തന്നെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. പക്ഷെ അങ്ങനെ സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായ കാര്യങ്ങൾ പറയാൻ കഴിയണം. അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും. പ്രത്യേകിച്ച് രാജ്യം ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ, ഇല്ലെങ്കിൽ പണി പാളും. എന്തായാലും മറീനയുടെ പ്രസ്താവനയ്ക്ക് പിറകെ നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതോടെ താൻ സംസാരിച്ച കാര്യങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ എന്ന നിലയിൽ ഇപ്പൊ അവർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ചില ഭാഗങ്ങളൊന്ന് കണ്ടോക്കാം. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഞാൻ അത്യാവശ്യം എയറിലാണ്. അപ്പം എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. ഞാൻ തൃപ്രയാർ ഒരു ഇനോഗ്രേഷന് പോയ സമയത്ത് ഒരു 1-2 ഓൺലൈൻ ചാനലുകൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പം ഇന്തോ പാക് വാറിനെ പറ്റി സംസാരിച്ചു.
ഒന്നാമത് അത് വളരെ തിരക്കുള്ള ഒരു സ്പേസ് ആണ്. അപ്പൊ അതൊരു ഇന്റർവ്യൂ ഒന്നും ആയിരുന്നില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ റിഫ്ലെക്സ് ആയിട്ട് പറയുന്ന ഒരു ഉത്തരം ആയിരുന്നു അത്. അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോൾ വായ തോന്നി ഉത്തരം പറയാൻ പറ്റിയൊരു വിഷയമല്ല ഇതെന്ന് മറീന ആദ്യം ഓർക്കണം. ഇത്രയും സെൻസിറ്റീവ് ആയ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരു ചെറിയ പിഴവ് വന്നാൽ പോലും ആളുകൾ അത് ഓഡിറ്റ് ചെയ്യും. രാജ്യത്തിന്റെ ഭാവി വെച്ചുള്ള കളിയാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന് വെച്ച് വായ തോന്നിയത് വിളിച്ച് പറയുന്നതിലും നല്ലത് മിണ്ടാതിരിക്കുന്നത് തന്നെയാണ്. എന്തായാലും ബാക്കിയൂടെ കേട്ടോക്കാം. ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ അറിയാം, അതിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇവിടെ ഒരു 10 പേരെ കൊന്നു, അവിടെ ഒരു 10 പേരെ കൊന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സിവിലിയൻസിനെയാണ്. അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചു അവിടെ 10 പേരെ കൊന്നത് ടെററിസ്റ്റിനെ അല്ലേന്ന്. അതെ, ടെററിസ്റ്റിനെയാണ്. പക്ഷെ ഞാൻ ഈ ടെററിസ്റ്റിനെ കൊന്നത് ശരിയായില്ല എന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. എന്റെ പൊന്നും അറിയില്ല നീ എന്തൊക്കെയാണ് പറയണെന്നുള്ള വല്ല ബോധമുണ്ടോ? ഇത് പേരിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് ലാസ്റ്റ് ഈ എക്സ്പ്ലനേഷൻ കേട്ട് കേൾക്കുന്ന എല്ലാവരും കൂടി ബഹിരാകാശത്തേക്ക് പറഞ്ഞു വിടാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ 10 പേരെ കൊന്നു, അവിടെ 10 പേരെ കൊന്നു എന്ന് പറഞ്ഞതിലൂടെ നിങ്ങൾ ഉദ്ദേശിച്ചത് സിവിലിയൻസിന്റെ കാര്യമാണ് എന്നാണല്ലോ പറയുന്നത്. പക്ഷെ ഇത് കേട്ട് പലരും അവിടെ കൊന്നത് തീവ്രവാദികളല്ലേ എന്ന് നിങ്ങളോട് ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. അതെ, അവിടെ കൊന്നത് തീവ്രവാദികളാണ് എന്ന് നിങ്ങളും സമ്മതിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അവിടെ 10 പേരെ കൊന്നത് എന്താണ് കുഴപ്പം? മരിച്ചവർ തീവ്രവാദികളാണെന്ന് നിങ്ങൾ സമ്മതിച്ചില്ലേ? നിങ്ങൾ സിവിലിയൻസിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിലും ആക്ച്വലി അവിടെ കൊല്ലപ്പെട്ടത് ഭീകരന്മാരായിരുന്നു. സോ ഇങ്ങനെ വെറുതെ ഇവിടെ 10 പേരെ കൊന്നു, അവിടെ 10 പേരെ കൊന്നു എന്നൊന്നും വെറുതെ വിളിച്ച് പറയരുത്. താൻ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്കെങ്കിലും ഒരു ബോധം വേണം. എന്തായാലും ബാക്കിയോട് പറഞ്ഞാട്ടെ. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് 3 കാര്യങ്ങളോട് ചോദിക്കാനുള്ളത്. 1, ടെററിസ്റ്റിനെ അറ്റാക്ക് ചെയ്തത് മോശമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. 2, ഇന്ത്യ ചെയ്തത് വളരെ മോശമാണെന്ന്, ഞാൻ ഇന്ത്യക്കെതിരെയാണെന്ന് ഞാൻ എവിടെയും സംസാരിച്ചിട്ടില്ല. 3, എനിക്ക് പാകിസ്ഥാനി സുഹൃത്തുക്കളുണ്ടെന്ന് പറഞ്ഞു. ഞാനൊരാളുമായിട്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ പരിചയപ്പെടുമ്പോഴോ അവർ ഏത് രാജ്യത്തുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ അവർ ഏത് മതത്തിലുള്ള വ്യക്തിയാണെന്ന് നോക്കിയിട്ടൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. അതൊരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട് അങ്ങനെ വരുന്നൊരു സാധനമാണ്. അതിൽ ഞാൻ ഇവർ ഏത് രാജ്യക്കാരിയാണെന്നൊന്നും നോക്കിയിട്ടല്ല ഞാൻ അവരോട്. അപ്പം എനിക്കൊരു പാകിസ്ഥാനി സുഹൃത്തുണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അവരെ കാണുമ്പോൾ മുഖം തിരിച്ചു നടക്കണോ അല്ലെങ്കിൽ ഞാൻ അവരെ വെടിവെച്ച് കൊല്ലണോ? അങ്ങനെയൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇനി ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ തന്നെ അത്രയും തീവ്രമായ ഹെയ്റ്റ് മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. പാകിസ്ഥാൻ പൗരനായ ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. മുമ്പ് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാനികൾ മുഴുവനും AK-47 കയ്യിലേന്തി നടക്കുന്ന തീവ്രവാദികളൊന്നുമല്ല. അവിടെയും മനുഷ്യന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പാകിസ്ഥാനി സുഹൃത്തിനെ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കാനോ വെടിവെച്ച് കൊല്ലാനോ ഒന്നും ആരും ഇവിടെ മറീനയോട് പറയാൻ പോണില്ല. മറീന സംസാരിച്ച സമയത്ത് പാകിസ്ഥാനി സുഹൃത്തുക്കളെ കുറിച്ച് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ എന്നിടത്താണ് പ്രശ്നം. ഇത് നമ്മൾ പാകിസ്ഥാനിൽ പോയി നടത്തുന്ന ഏകപക്ഷീയ ആക്രമണമല്ല എന്ന് ഓർക്കണം. അവർ ഇങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ ആക്രമണം അഴിച്ചു വിടുന്നത്. ഇന്ത്യക്കാരും മരിച്ചു വീഴുന്നുണ്ട്. അതിനിടയിൽ അയ്യോ എനിക്ക് പാകിസ്ഥാനി സുഹൃത്തുക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ബാക്കിയാണ്ടോ? പിന്നെ ഞാൻ ടെററിസ്റ്റുകളെ കൊന്നത് മോശമായി എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മുടെ രാജ്യം തിരിച്ച് അറ്റാക്ക് ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ബാക്കിയുള്ള കൺട്രീസിനാണെങ്കിലും നമ്മുടെ രാജ്യം പവർഫുൾ ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതും ഭയങ്കര എവിഡന്റ് ആണ്. ബട്ട് വാട്ട് ഐ ആസ്കിങ് ഇസ്, ഇപ്പൊ നമ്മൾ അവിടേക്ക് അവരെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അവർ നമ്മുടെ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യും. പിന്നെ നമ്മൾ തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കാഷ്വാലിറ്റീസ് ഉണ്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സിവിലിയൻസ് ആണ് ഉണ്ടാവുന്നത്. അവർ നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സിവിലിയൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. ഇന്നലെ തന്നെ ഷെൽ അറ്റാക്കിൽ 2 കുട്ടികൾ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ രാജ്യം തുടർന്ന് വാറിലേക്ക് പോകുന്ന സമയത്തിനനുസരിച്ച് കാഷ്വാലിറ്റീസ് അധികമാവും. അപ്പം അത് സമാധാനപരമായിട്ട് നമുക്ക് തീർത്തല്ലേ പറ്റുള്ളൂ. നമ്മൾ രാജ്യം ഇനി എന്താ പറയാ യുദ്ധത്തിലേക്ക് പോകരുത്. യുദ്ധം അത്ര ഈസി അല്ല നമ്മൾ പറയുന്ന പോലെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഓരോ കാര്യം മനസ്സിൽ ആലോചിച്ച് കോണ്ടാക്ട് ഉണ്ടാക്കുന്നതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് വളരെ മാന്യമായിട്ട് സംസാരിച്ച 2-3 പേരുണ്ട് കേട്ടോ. അവർക്ക് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തപ്പോൾ അവർക്ക് ഇതിലൊരു ക്ലാരിറ്റി വന്നു. അപ്പൊ എനിക്ക് തോന്നി കുറെ പേർക്ക് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ലാന്ന്. പിന്നെ മീഡിയ ഒരു പറഞ്ഞ കോണ്ടന്റ് 2 വീഡിയോ ക്ലിപ്പായിട്ടാണ് ഇട്ടത്. അപ്പം അതിലും വലിയതായിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാൻ പറ്റിയൊരു വീഡിയോ അല്ലല്ലോ. അപ്പൊ ചിലപ്പോൾ ഒരു ക്ലാരിറ്റി പ്രശ്നമായിരിക്കാം. സോ ഐ നെവർ സപ്പോർട്ടഡ് ടെററിസം. ഞാൻ ഒരിക്കലും ഇന്ത്യക്കെതിരെ സംസാരിച്ചിട്ട് ഞാൻ ഇല്ല. പിന്നെ സുഹൃത്തുക്കൾ പാകിസ്ഥാനിലോ അമേരിക്കയിലോ എവിടെ ഉണ്ടാണെന്നുണ്ടെങ്കിലും അതൊരു ഹ്യൂമാനിറ്റേറിയൻ സാധനമാണ്. അതിനെ ജഡ്ജ് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പിന്നെ ഒരുപാട് ആൾക്കാർ ഓൺലൈനിൽ എന്നെ ചീത്ത വിളിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം തിരിച്ച് തെറി പറയുമ്പോൾ തിരിച്ച് തെറി പറയാന്നുള്ളത് എന്റെ സിസ്റ്റത്തിലില്ല. അതൊരു ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു. ഐ റിയലി ഡോണ്ട് കെയർ എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് എനിക്ക് അതിൽ തിരിച്ചൊരു കമന്റും പറയാനില്ല. പിന്നെ ഇത്രയും കാര്യങ്ങൾ എനിക്കൊരു ക്ലാരിറ്റി വരുത്തണം എന്നുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും ഫർദർ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും വെറുതെ മറീനെ ന്യായീകരിച്ച് മെഴുകേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളിൽ തെറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആളുകൾ നിങ്ങളെ വിമർശിച്ചത്. നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. യുദ്ധത്തിനെതിരായ ഒരാൾ എന്ന നിലക്കാണ് നിങ്ങൾ സംസാരിച്ചത് എന്നറിയാം. അത് പറഞ്ഞപ്പോൾ അതിന്റേതായ ക്ലാരിറ്റിയിൽ പറയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിവാദമായ വീഡിയോ ഒന്നും കൂടെ കാണാനല്ല പറഞ്ഞത്. അതിലും നല്ലത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ വീഡിയോ 1-2 തവണ ഇരുന്ന് കാണുന്നതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ താൻ
എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് വിളിച്ച് പറഞ്ഞത് എന്ന് ചിലപ്പോൾ മനസ്സിലാകാൻ സാധ്യതയുണ്ട്. കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.